മനുഷ്യന്മാരുടെ ഹക്ക്, ഹുഖൂഖുന്നാസ് വ ഹുഖൂഖുല്ലാഹ്, ജനങ്ങളുടെ ഹുഖൂഖ്, ഹുഖൂഖുല്ലാഹ് അല്ലാഹുവിന്റെ ഹുഖൂഖ്. ഈ രണ്ട് ഹക്കുകളും വീട്ടി ശരിയായ ഉത്തമ മനുഷ്യനായി وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. ഈ വസതിയത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും സമാധാനം. അർറാഹിമൂന യർഹമുഹുർ റഹ്മാനു തബാറക വതആല യർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ യർഹമു മൻ ഫിൽ അർള്, ഭൂലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങൾ റഹ്മത്ത് ചെയ്യണം, ഗുണം ചെയ്യണം. എന്നാൽ യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അർഹിക്കുന്ന വിധത്തിൽ ഗുണം ചെയ്തുകൊണ്ട് സമാധാനകാംക്ഷികളായി, സമാധാനത്തിന്റെ ആളുകളായി ജീവിക്കുക, അതാണ് ഇസ്ലാമിന്റെ സന്ദേശം. നിങ്ങൾക്കറിയാം, ഇന്നലെ ഇവിടെ ഒരു സമാധാന സമ്മേളനം നടത്തി. മർഹൂം ശൈഖ് ഖായിദ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പേരിൽ ഇന്നലെ ഒരു സമാധാന സമ്മേളനം നമ്മൾ നടത്തി. എന്താണ് സമാധാന സമ്മേളനം നടത്താൻ കാരണം? ലോകം സലാമത്ത് വേണം. ഇന്ന് എവിടെ നോക്കിയാലും അന്നാസ് യതഅത്തസൂന ഇലസ്സലാം, ജനങ്ങൾ സലാമിലേക്ക് ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ ബിലാദുൽ അറബിയ്യ വൽ ഇസ്ലാമിയ്യ ഹുനാക അൽ ഹർജ് വൽ മർദ് വൽ ഖത്ൽ والسب والشتم والمقاتلة والمجادلة. സുബ്ഹാന അല്ലാഹ്, ലോകം മുഴുവനും ഇന്ന് സമാധാനമില്ലാതെ കുഴപ്പത്തിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ കുഴപ്പത്തിലാണ്. ഈ സമയത്ത് മർകസ് തഖാഫത്ത് സുന്നിയയുടെ 35ാം വാർഷിക സമ്മേളനം ലോക ജനതയോട് ഉത്ബോധനം ചെയ്യുന്നു, പ്രഖ്യാപനം ചെയ്യുന്നു. സമാധാനം. നിങ്ങൾ സമാധാന കാംക്ഷികളാവുക, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സമാധാനത്തിന് വേണ്ടി യത്നിക്കുക. അതിനെന്ത് വേണം? ധാർമ്മിക മൂല്യത്തിൽ, ആത്മീയതയിൽ അധിഷ്ഠിതമായ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായാലും, എന്തു തന്നെ ഉണ്ടായാലും ധാർമ്മിക ബോധത്തോടുകൂടി, ആത്മീയ ചൈതന്യത്തോടുകൂടി ഉണ്ടാകുന്ന അറിവ് ഇവിടെ ഉണ്ടാവണം. അതിനാണ് മർകസ് തഖാഫത്ത് സുന്നിയ്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികതയിൽ ഊന്നിയ വിദ്യാഭ്യാസം. ഇന്നലെ നമ്മുടെ സദസ്സിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയും രണ്ടാളും ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വെറും പോലീസും പട്ടാളവും തോക്കും ഉണ്ടയും ഉണ്ടായതുകൊണ്ട് മാത്രം ഇവിടെ സമാധാനം കൈവരിക്കാൻ സാധിക്കില്ല. മറിച്ച് സമാധാനത്തിന് ധാർമ്മികതയിലൂന്നിയ
വിദ്യാഭ്യാസമുണ്ടാവണം, അത് പഠിച്ചവരുണ്ടാവണം, അതിനുവേണ്ടി എത്തിക്കുന്നവരുണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവിടെ സമാധാനമുണ്ടാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന ജനലക്ഷങ്ങൾക്ക് പുറമേ ഇതിനേക്കാൾ അധികം ജനങ്ങൾ ഇതിന്റെ മറുഭാഗത്തെ സ്ഥലത്തും റോട്ടിലുടനീളം അതാ നിൽക്കുകയാണ്. ആരാണ് നിയന്ത്രിക്കുന്നത്? ആരാണ് ഈ ലോകത്തെ ഈ ജനങ്ങളെ നിയന്ത്രിക്കുന്നത്? പോലീസല്ല, പട്ടാളമല്ല, തോക്കല്ല, ഉണ്ടയല്ല, മറിച്ച് ഈ ജനങ്ങളിലുള്ള ധാർമ്മിക ബോധം, ഉലമാക്കളിലുള്ള വിശ്വാസം, അതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടത്തോടും ജനങ്ങളോടും മുഴുവൻ ആളുകളോടും നമുക്ക് പറയാനുള്ളത് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഭരണകൂടം നിയമനിർമ്മാണമുണ്ടാക്കുമ്പോഴും മതങ്ങളെ ഹനിക്കാതെ മതങ്ങൾ, തത്വസംഹിതകൾ നിലനിർത്താവുന്നത് നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുക. ഇന്ന് എവിടെയും സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുന്നു. ഇസ്ലാമിന്റെ മുമ്പുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ മടങ്ങിപ്പോവുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. അത് പോകാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് സമാധാനം വേണം. ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം കൊടുക്കണം. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അർഹമായ സ്ഥാനം, പുരുഷന്മാർക്ക് അവരുടെ സ്ഥാനം അത് കൊടുക്കണം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മർക്കസത്തക്കാപത്യസന്നികളുടെ പ്രവർത്തനം, അതുപോലെ സമത്വകേരള ജമിയത്തുലമാരുടെ പ്രവർത്തനം, അതിന്റെ കീഴിലുള്ള സംഘടനകളുടെ പ്രവർത്തനം, ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട്, ഇവിടെ മറച്ചു വെച്ചുകൊണ്ട് കോടികൾ ഗേറ്റിനും റോഡിനും വയലുകൾക്ക് തീർക്കാനും ഇതിലൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് നവോത്ഥാനത്തിന് എന്ന് പറയുന്നവരോട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് നവോത്ഥാനമാണ്? ഇന്നലെ ജുമാ നിസ്കരിച്ചപ്പോൾ മദീന മുനവ്വറയിലെ മുഅദ്ദിൻ മാഷാ അല്ലാഹ് ഇന്നലെ 2 ബാങ്ക് കൊടുത്തില്ലേ ജുമാക്ക്? ഇവിടെ മദീനത്ത് കൊടുക്കുന്നില്ലേ? മക്കയിൽ കൊടുക്കുന്നില്ലേ? അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് എടുത്തു കളയുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണോ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ നവോത്ഥാനം? മറുപടി പറയണം, മറുപടി പറയണം. ഗേറ്റ് 5 കോടിയുടെ ഗേറ്റ് വെച്ചത് കൊണ്ട് അത് നവോത്ഥാനമാവുകയില്ല. കുറെ ആളുകളെ സംഘടിപ്പിച്ച് അവസാനം പ്രസംഗത്തിൽ എന്താ നവോത്ഥാനം എത്തിയത്? ആകെ ഒരു നവോത്ഥാനത്തിരിക്കുന്നു. ജിന്നുകളുണ്ടോ അല്ലേ ആണെന്ന് പറയുന്നത്? അത് ശരി, അത് ശരി. ഇത് വന്നിട്ട്
മക്കം മൗലവിയും മറ്റേ മൗലവിയും ഒക്കെ വലിയ നവോത്ഥാനത്തിന്റെ ആളുകളായിരുന്നു. ബോധനത്തിന്റെ നൂറ്റാണ്ട് എന്ന തോന്നൽ. ഞാൻ ചോദിക്കുന്നു, ഒറ്റ ഒരു നവോത്ഥാനം പ്രവർത്തനം ചെയ്തത് നിങ്ങൾക്കിവിടെ ഈയിടെ ഒരു പത്രത്തിൽ എഴുതി, മലപ്പുറം ജില്ലയിൽ പണ്ട് കള്ളിത്തുണിയും കൊടുത്ത് അരക്കൊട്ടയും കെട്ടി ഒരു കത്തിയും കുത്തി നടക്കുന്നവരായിരുന്നു. അതൊക്കെ ഇല്ലായ്മ ചെയ്തത് ഞങ്ങളാണ്. വല്ലാത്ത നവോത്ഥാനം. ഇങ്ങനത്തെ നവോത്ഥാനം അത് അരപ്പട്ട കെട്ടലും കള്ളിത്തുണി ഉടുക്കലും അതൊക്കെ ഓരോ നാട്ടിലും ഓരോ കാലഘട്ടത്തിലുമുള്ള വസ്ത്രധാരണയ്ക്കും അതിന്റെ ശീലവും ആണ്. നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ 6 യൂണിവേഴ്സിറ്റിയുടെ തലവൻ, കോ ചാൻസലർ, മലേഷ്യയിൽ നിന്ന് വന്ന മഹൽ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഉന്നതന്മാരായ മന്ത്രിമാരും വലിയ ഉയർന്ന വ്യക്തികളും മാത്രം ധരിക്കുന്ന വസ്ത്രം പാന്റ് ധരിച്ചതിന് ശേഷം അവിടുത്തെ ഒരു പ്രത്യേക വിലയുള്ള കള്ളിത്തുണി കൊണ്ട് ചുറ്റിയിരിക്കുന്നു. അവിടുത്തെ കാലത്ത് ഏതെങ്കിലും ഒരു വസ്ത്രധാരണ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറ്റിയെടുത്തത് ഒരു നവോത്ഥാനമായിട്ടാണ് എഴുതുന്നത്. അത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ? മാറിയാൽ എന്താണ്? കള്ളിത്തുണി മാറി മാറാതിരിക്കട്ടെ. ഞാനിവര് നവോത്ഥാനത്തിന്റെ ഉദാഹരണമാണ്.